എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രയാസങ്ങൾക്കും ഏകാന്തതകൾക്കും ഒക്കെ ഏറ്റവും പരിഹാരമായിരുന്നത് ഇതേപോലുള്ളൊരു പ്രകൃതിയാണ്. എനിക്ക് ഏറ്റവും എന്നെ എപ്പോഴും വേട്ടയാടിയിരുന്നൊരു സ്വപ്നമായിരുന്നു. ഞാൻ അങ്ങനെയാണ് അത് പറയാറ്. ഇങ്ങനെ കുളവും അരുവിയും പൂമ്പാറ്റയും പൂക്കളും പക്ഷികളും ഒക്കെ ഉള്ള ഒരിടം ഉണ്ടാവണമെന്നും അവിടെ എനിക്ക് സമയം ചെലവഴിക്കണം എന്നൊക്കെയുള്ള എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ലൈഫിലുടനീളമുള്ളത്. അതൊരവസരം കിട്ടിയപ്പോൾ ചെയ്തു നോക്കിയത്. ഈ ഭൂമിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു ഭൂമി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാസം സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് മനുഷ്യർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ മനുഷ്യർ, സാധാരണക്കാർ, അവരുടെ നാട്ടറിവുകളും സുഹൃത്തുക്കളും അങ്ങനെ പലതരത്തിലുള്ള ഹെൽപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ഭൂമി മാറും എന്നുള്ളത് ആ സമയത്ത് എൻ്റെ സങ്കല്പത്തിൻ്റെ അപ്പുറത്താണ് ഇപ്പം കാണുന്ന ഭൂമി എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രകൃതിനോട് കാണിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹത്തിന് പ്രകൃതി നിങ്ങളോട് കാണിക്കുന്ന തിരിച്ചുള്ള സ്നേഹമായിരിക്കും. ഓരോ മരങ്ങളും നമ്മളെ മനസ്സിൽ ഓരോ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വയനാട് ചുരം കയറുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് നോക്കും, അറിയാതെ തന്നെ അവിടെ എന്താ ഉള്ളത്? മരങ്ങൾ മാത്രമേ ഉള്ളൂ, ബിൽഡിങ്ങുകളൊന്നുമില്ല. മാത്രമല്ല ആ മരങ്ങളുടെ ഓരോ ഡിസൈനും ഡിഫറെൻ്റാണ്, അതിൻ്റെ ഓരോ ഇലകളും ഡിഫറെൻ്റാണ്, അതിൻ്റെ ഓരോ പച്ചപ്പും ഡിഫറെൻ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു മരങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ മനസ്സിന് കുളിരുണ്ടാക്കുന്ന എന്തെങ്കിലും ഡിസൈൻ ആ മരത്തിൻ്റെ ഇലകളിലുണ്ടാവും, അതിൻ്റെ കളറിലുണ്ടാവും, അതിൻ്റെ ഒരു ഡിസൈനിലുണ്ട്. അപ്പം നിങ്ങൾ നമ്മളെ ഗ്രീനറി കയറി വരുമ്പം തന്നെ ചിരിഞ്ഞ് നിൽക്കുന്ന, പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരത്തിൻ്റെ താഴേക്ക് വരും. ആൽമരം മലയാളിൻ്റെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ അമ്പലങ്ങൾക്ക് മുമ്പിലും റോഡ് സൈഡിലൊക്കെ പണ്ട് നമുക്കുണ്ടായിരുന്ന 300-400 കൊല്ലം പഴക്കമുള്ള ആൽമരങ്ങളുണ്ടായി. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് മരങ്ങളെ പലപ്പോഴും തിരഞ്ഞെടുക്കൽ. നമ്മുടെ തനതായ ഇലഞ്ഞി, പാല, ചെമ്പകം, അങ്ങനെയുള്ള കുറേ മരങ്ങൾ. ഇത് നമ്മളെ ഒരു ചെങ്കല്ല് വെട്ടിയിരുന്ന ഒരു കുഴിയാണ്. ഇപ്പോൾ കല്ല് വെട്ടിയ കുഴിയിൽ കുറേ ചെങ്കല്ലിൻ്റെ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇടവഴികളും ആ ഇടവഴികളിൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കണ്ടിരുന്നത് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നിന്നാണ്, ഇടവഴികളാണ്. തോന്നുന്നു മലയാളീൻ്റെ ഏറ്റവും ഗ്രഹാതുരത്വം ഉള്ള ഒരു സ്പേസാണ് ഇടവഴി എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ്സ് ഒക്കെ ഇങ്ങനെ തന്നെ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി തീർച്ചയായിട്ടും ഇടവഴിയിൽ ഒരു ഡാർക്ക് ഉണ്ടാവും. എപ്പോഴെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പലപ്പോഴും കയറും ഇറങ്ങും ഒക്കെ ചെയ്യും. അത് ഓരോ മനുഷ്യനും അയാളുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ കുട്ടിക്കാലം. ആ ഇടവഴിയും ആ ഓർമ്മകളും എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ കുളം ശരിക്കും ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള, കാടിൻ്റെ എല്ലാ ഫീലും തരുന്നൊരു കുളമാണ്. അതായത് കാടിനകത്ത് കൂടെ നമ്മൾ ആ വെള്ളത്തിനെ കാണുമ്പോഴുള്ള അതിൻ്റെ കളറും അതിലേക്ക് വരുന്ന ലൈറ്റും അതിലേക്ക് ചാഞ്ഞെടുക്കുന്ന മുളകളും ഒക്കെ ചേർന്ന് ഭയങ്കര മനോഹരമാണ്. ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ആ വെള്ളവും ഈ അന്തരീക്ഷമൊക്കെ തരുന്നൊരു ഭയങ്കര ഫീലാണ്. ഇതേപോലെയുള്ള കുറേ പോണ്ടുകളുണ്ട്, നമുക്ക് ഒരു 7-8 പോണ്ടുകളുണ്ട്. ഈ പോണ്ടുകളൊക്കെ നമ്മളെ ഇങ്ങനെ ഒരു ചാനൽ വഴി അല്ലെങ്കിൽ ഒരു അരുവി വഴി കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത അരുവി വഴി അത് വയലിലേക്ക് പോകും. ആ പോകുന്ന വഴി തന്നെ മീനുകൾ കയറി വരും. ഈ കുളങ്ങൾ നിറയെ നമ്മളെ നാടൻ മീനുകളുണ്ട്. അങ്ങനെ അവരെല്ലാ പോണ്ടുകളിലും ഉണ്ടാവും. ഈ കുളം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഇതേപോലെയായി മാറിയത്. ഈ ഒരു കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം ഒരു ഉറവ ഉണ്ടായിരുന്നു. ആ ഉറവേനെ നമ്മൾ പിന്നീട് ഒരു കുളമായിട്ട് കെട്ടി മാറ്റി വെള്ളത്തെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഇതിൽ നീന്തുന്ന സമയത്താണെങ്കിലും ഈ മീനുകളും നമ്മുടെ കൂടെ തന്നെയാണ് അവർ നീന്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചുറ്റുഭാഗത്തും മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളുടെ വേരുകൾ മൊത്തം വെള്ളത്തിലേക്കാണ് വന്നത്. ആ വേരുകൾ ആൽഗനെ വലിച്ചെടുക്കും. എപ്പോഴും വെള്ളം വളരെ ക്ലീൻ ആയിരിക്കും, നല്ല ബ്ലൂ കളറായിരിക്കും. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചങ്ങാടുണ്ടല്ലോ, ഈ ചങ്ങാടത്തിന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാമ്പു എന്ന് പറയുന്നത് ബ്ലാക്ക് ബാമ്പാണ്. നമുക്ക് ഇവിടെ തന്നെ ഒരു 45+ വെറൈറ്റീസ് ഓഫ് ബാമ്പൂസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ബ്ലാക്ക് ബാമ്പ് കുറച്ചും കൂടി ഉറപ്പുള്ളൊരു ബാമ്പാണ്.
അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചങ്ങാടം ഉണ്ടാക്കിയത്. നമ്മളെ കുളത്തിലേക്കുള്ള പുതിയ ചങ്ങാടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശങ്കരേട്ടനും കമാലുമാണ് ചെയ്യുന്നത്. അവർ വെച്ച മുളകളാണ് ഇപ്പോൾ വെട്ടി അവർ തന്നെ ചങ്ങാടം ഉണ്ടാക്കി. കാട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ്. അവിടെ ഒരുപാട് മരങ്ങളും ജീവികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാട് ഉണ്ടാക്കി ഇതിനകത്ത് കൂടെ നടക്കുമ്പോൾ ഒരുപാട് പേര് അല്ലെങ്കിൽ എന്തോ വലിയ കുറേ കാര്യങ്ങൾ നമ്മളെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പണ്ട് നമ്മളെല്ലാ മരത്തിലും കയറും, മാങ്ങ പറിക്കാൻ, പിന്നെ കശുവണ്ടി പറിക്കാനും ഒക്കെ കയറുമല്ലോ. ഇപ്പോൾ നമുക്ക് അങ്ങനെ മരത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വരും, കാട്ടിൽ ഈ വള്ളിയിലൊക്കെ കയറും. ഇവിടെ വരുന്ന ആളുകൾക്ക് വള്ളിയിൽ കയറാനും മരത്തിൽ കയറാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെ കൂടെ കയറാൻ പറയും. ആറാന്നുള്ളത് കോഴിക്കോടും നമ്മുടെ മലബാർ ഏരിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് നമ്മളെ വീട്ടിൽ വരുന്ന നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന നവവധുവിനും വരനും കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ റൂമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹബത്തിൻ്റെ അറയാണത്. അതാണ് ഗ്രീൻ അറ എന്ന് പറയും. ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു റവന്യൂ എന്നുള്ളൊരു സാധ്യത എന്തായാലും ഉണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് ഇവിടെ ആളുകൾ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ മനോഹരമായ പക്ഷികൾ നമുക്കിടയിലൂടെ പറന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് സങ്കല്പിക്കാനാവില്ല ആ സന്തോഷം. പൂമ്പാറ്റകളുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന പരൽമീനുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത എന്ന് പറയുന്നത് നമ്മൾ എന്ത് റവന്യൂവിൻ്റെ അപ്പുറത്തുള്ള സന്തോഷമാണ്. അത് അനുഭവിക്കുന്ന ഒരാൾക്കാണ് അതറിയാം. ഇത് കാണുമ്പം മനുഷ്യരനുഭവിക്കുന്ന സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് റവന്യൂ ആണിത്. റവന്യൂ എന്ന് പറഞ്ഞാൽ സന്തോഷം വലിയ റവന്യൂ അല്ലേ. നമ്മളെ മുകളിലെ പോണ്ടിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അരുവി ഉണ്ടാക്കിയത്. ആ അരുവിയിൽ നിന്ന് വെള്ളം ചാടുന്ന ഒരു ചെറിയ സ്ഥലത്താണ് പക്ഷികൾ കുളിക്കുന്നത്, നമ്മളൊരു ബേർഡ് ബാത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മളെല്ലാ മരങ്ങളിലും ഈ വൈൽഡ് ബേർഡ്സിന് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന പാത്രങ്ങൾ തൂക്കി വെച്ചിട്ടുണ്ട്. ഒരു പാലമരം അല്ലെങ്കിൽ ചെമ്പകം എന്നൊക്കെ പറയും, ഈഴച്ചെമ്പകം എന്നൊക്കെ പറയും. പ്ലുമേറിയ എന്ന് പറഞ്ഞൊരു മരം. നമ്മൾ നാഷണൽ ഹൈവേ വർക്ക് നടക്കുന്ന സമയത്താണ് ഒരു വലിയ മരം റോഡിൻ്റെ സൈഡിൽ ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആ വീട്ടുകാർ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുകയും 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് കൊണ്ടുപോകാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുകയും അങ്ങനെ നമ്മൾ വലിയ ലോറിയൊക്കെ വിളിച്ച് ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം 6 പീസാക്കി 6 ലോഡാക്കി ഇവിടെ കൊടുന്ന് അസംബിൾ ചെയ്യുക ചെയ്ത ആ മരം. ഒരു 250ഓളം വർഷം പഴക്കമുണ്ടായിരുന്നു ആ മരത്തിനെന്നാണ് പറയുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഞാനെന്തോ വിഡ്ഢിത്തരം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ പല ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ എന്താ സംഭവിക്കുക എന്നറിയാത്തതുകൊണ്ടാണ്. ആ ആളുകൾ ഇപ്പം നമ്മളോട് ഭയങ്കര സന്തോഷം പറയുന്നുണ്ട്. ഞാൻ കുളം കുത്തി കാശ് കളയുന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ അതേ കുളത്തിൽ കുളിക്കാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ പ്രകൃതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾക്ക് ഉള്ളിലുള്ള കുറേ റൂമുകളുണ്ട്. പ്രത്യേകിച്ച് ഒന്നും വെച്ച് നിർമ്മിച്ചതല്ല, മരങ്ങളും മുളകളും ഒക്കെ വെച്ച് നിർമ്മിച്ച നമുക്ക് ഇരിക്കാനും കിളികളുടെ ശബ്ദം കേൾക്കാനും പ്രകൃതിൻ്റെ ലൈറ്റ് കാണാനും ഒക്കെ പറ്റുന്നു. ഇവിടെ ഇരുന്ന് വളരെ ശാന്തമായി വായിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്നു. ഇവിടുത്തെ മതിലുകൾ കല്ല് വെട്ടിയ വലിയ 30 മീറ്ററോളമുള്ള മതിലുകളുണ്ടായിരുന്നു. അപ്പോൾ ആ മതിലുകളെ എങ്ങനെ പച്ചപ്പാക്കുക എന്നുള്ള തോട്ടിൽ നിന്നാണ് 6000 കുഴികൾ ആ മതിലുകളിൽ ഇടുക ചെയ്തത്. അങ്ങനെ ആ കുഴികളിൽ വളവും മണ്ണും നിറച്ചിട്ടാണ് മതിലുകളിൽ ഫേണുകൾ നടന്നത്. അങ്ങനെയാണ് പിന്നീട് അതൊരു സസ്റ്റൈനബിൾ വേർട്ടിക്കൽ ഗാർഡൻ എന്നുള്ള നിലക്ക് ഉണ്ടാവുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിൽ ഞാൻ പലതരത്തിലുള്ള പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫേണുകളോട് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ഫേണുകൾ ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഫേൺ വാളുകളാണ്. നമ്മളെല്ലാ സ്ഥലത്തും ഫേൺ കാണാം, പല തരത്തിലുള്ള ഫേൺ. ആദ്യം വെച്ച ഫേണുകളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ അന്ന് വെയിലായിരുന്നു. പിന്നീട് മരങ്ങളൊക്കെ ഉണ്ടായി, തണൽ വന്ന് അതിനൊരു
ഒരു മോയ്സ്ചർ ഒക്കെ ഉണ്ടായി വന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേണുകൾ ഉണ്ടായത്. ഇത് ബെഗേഴ്സ് ബൗൾ എന്ന് പറഞ്ഞിട്ട് ഒരു മരമാണ്. ഇത് സാധാരണഗതിയിൽ നമ്മളെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഫ്ലഷൊക്കെ എടുത്ത് ഒഴിവാക്കി നമുക്ക് സന്യാസിമാരൊക്കെ പാത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. വെള്ളം കുടിക്കാൻ ഒരു കയറൊക്കെ ഇട്ടിട്ട് കമണ്ടലു എന്നാണ് പറയുക. ഇത് ഈ തവണ കുറേ പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹാർഡായിരിക്കും ഇതിൻ്റെ തൊലിയൊക്കെ. ഇതാണ് അർബുദനാശിനി. ഇത് നമുക്ക് ക്യാൻസറിനൊക്കെ മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൺലൈറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ലീഫുകളെല്ലാം കൂമ്പിപ്പോവും. സൺലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഏർലി മോർണിംഗിലാണെങ്കിൽ ഈ ലീഫുകളെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും. ഇതിലാണെങ്കിൽ ഒരുപാട് തേനീച്ചകളും ചെറിയ ചെറിയ വണ്ടുകളും എല്ലാം വന്നിരിക്കും. ഇപ്പം മഴ പെയ്യുന്ന സമയത്തേക്ക് അവർക്കൊരു ഷെൽട്ടർ പോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ. ഇത് പ്രിൻസസ് വൈൻ എന്ന് പറയും. സിസൂസ് നെഡൂസ എന്നാണ് ഇത് ശാസ്ത്രമാണ്. അതെ. ഇത് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഈ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തി അതിന് ശേഷം വരുന്ന ഈ നാമ്പുകൾ ഒരു റെഡിഷ് കളറായിരിക്കും. നിറയെ വരുന്ന സമയത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു തഴികളൊക്കെ കിട്ടി അങ്ങനെ വരുന്നൊരു തോരണങ്ങളൊക്കെ തൂക്കി പോകുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി പ്രകൃതിയെ അബ്സോർബ് ചെയ്യുക. പ്രകൃതിയിൽ നമ്മൾ കാണാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെ. ആ അത്ഭുതങ്ങൾ നമ്മളെ ഭയങ്കര ആശ്ചര്യജനകമാണ്. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയിൽ ജീവിക്കുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കുള്ളതാണ്. അത് കൃത്യമായി ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല.